വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. ഞാൻ ജെബിൻ ഷെഫീഖ്. ഇന്ന് കോട്ടന്റെ തന്നെ ഡിഫറെന്റ് ഫാബ്രിക്കിലാണ്, കോട്ടൺ ബ്ലെൻഡഡ് മെറ്റീരിയൽ വരുന്ന നല്ല കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. എല്ലാ സാരീസും നമുക്ക് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം. clouddesigns.com ആണ് വെബ്സൈറ്റിലേക്ക് വരുന്നത്. വാട്സ്ആപ്പ് നമ്പർ 9947135468 ആണ്. ഡെയിലി മോർണിംഗ് 10:30 ആണ് നമ്മൾ യൂഷ്വലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. സെയിം ടൈം തന്നെ നമ്മൾ ആ വീഡിയോയിലെ സാരീസ് വെബ്സൈറ്റിൽ ലോഡ് ചെയ്യുന്നത്. വിത്തിൻ ഇന്ത്യ ക്ലൗഡ് ഡിസൈൻസ് ഫ്രീ ഷിപ്പിംഗ് ആണ്. എക്സ്ട്രാ കൊറിയർ ചാർജ് ഒന്നും തന്നെ ഇല്ല. ഇന്റർനാഷണൽ ഷിപ്പിംഗിന് മാത്രമേ എക്സ്ട്രാ ചാർജ് വരുള്ളൂ. വീഡിയോ കണ്ട് നോക്കിയാലോ. ഇന്നത്തെ വീഡിയോയിൽ ആദ്യം പറഞ്ഞത്, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ കോട്ടൺ ബ്ലെൻഡഡ് മെറ്റീരിയലുള്ള നല്ല കളക്ഷൻസാണ് വരുന്നത്. ഇത് നമുക്കൊരു ഫംഗ്ഷനൽ ഡ്രേപ്പ് ചെയ്യാവുന്ന സെമി പാർട്ടി വെയർ സാരീസ് ആണ്. ഇതിന്റെ ഫാബ്രിക് വരുന്നത് ലിനൻ കോട്ടൺ ആണ്. ലിനൻ ബ്ലെൻഡഡ് കോട്ടൺ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. നല്ലൊരു മൈൽഡ് യെല്ലോ ആട്ടോ, നല്ലൊരു ലെമൺ യെല്ലോ ആണ് സാരിയുടെ കളർ വരുന്നത്. അതിൽ ത്രെഡിലാണ്, ത്രെഡ് വ്യൂ പാറ്റേണിലായിരിക്കും മോട്ടീവ്സ് വരുന്നത്. ലിനൻ കോട്ടൺ ഫാബ്രിക്കിൽ കണ്ടോ, ഈ ഒരു പാറ്റേണിലുള്ള ത്രെഡ് വൂവൺ മോട്ടീവ്സാണ് വരുന്നത്. എൻ്റയർ ബോഡിയിലും ഈ ഒരു മോട്ടീവ്സ് വരുന്നുണ്ട്. ബോർഡർ വരുമ്പം ഈ ഒരു സ്റ്റൈലിലായിരിക്കും ബോർഡർ വരുന്ന സാരിയിൽ. ഇതിന് മുന്താണി വരുന്നതും ഇതേ പാറ്റേണിൽ തന്നെയാണ് സാരിയുടെ പല്ലും വരുന്നത് കേട്ടോ. മുന്താണിയുടെ കൂടി ഞാൻ ഡീറ്റെയിലിംഗ് കാണിക്കാം. ബോർഡറിൻ്റെ അതേ പാറ്റേണിൽ തന്നെ ത്രെഡ് വീവിലായിരിക്കും സാരിയുടെ മുന്താണി വരുന്നത്. ബ്ലൗസ് മെറ്റീരിയൽ വരുന്നതും ഫ്ലോറൽ ഡിസൈനിൽ തന്നെയാണ്. കണ്ടോ, ഫ്ലോറൽ പാറ്റേണിലായിരിക്കും സാരിയുടെ ബ്ലൗസ് വരുന്നത്. നമുക്കൊരു ഒക്കേഷൻ വെയർ ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാം. അതേസമയം നമുക്കൊരു വർക്ക് വെയർ ആയിട്ടും ഒരു ചെറിയൊരു ഫംഗ്ഷനും എല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. വളരെ കംഫർട്ടബിൾ ആണ് ഫാബ്രിക്. ലിനൻ കോട്ടൺ ആണ് ഫാബ്രിക്. നല്ലൊരു പേസ്റ്റൽ യെല്ലോ ടോണിലായിരിക്കും ത്രെഡ് വൂവർ ഡിസൈനിൽ. സാരിയുടെ ഒരു ഓവറോൾ ലുക്ക് ഇങ്ങനെയാട്ടോ വരുന്നത്. ഫുൾ ഒരു സർക്കുലർ പാറ്റേണിലാണ് ഈ മോട്ടീവ്സ് വരുന്നത്. ത്രെഡിൽ പല്ലു വരുന്നത് കണ്ടോ, ഈ ഒരു സ്റ്റൈലിലായിരിക്കും സാരിയുടെ മുന്താണി വരുന്നത്. ഫ്ലോറൽ ഡിസൈനിൽ തന്നെ വിത്ത് ബോർഡർ ആണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. സാരി ബേബി പിങ്ക് ആണ് നെക്സ്റ്റ് കളർ വരുന്നത്. നല്ലൊരു പേസ്റ്റൽ ബേബി പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ്. ബാക്കി എല്ലാ പാറ്റേണും സെയിം തന്നെ കേട്ടോ. സർക്കുലർ മോട്ടീവ്സ് ആയിരിക്കും എൻ്റയർ ബോഡിയും വരുന്നത്. ത്രെഡിൽ തന്നെയുള്ള മോട്ടീവ്സ് വരുന്നുണ്ട്. ഡബിൾ സൈഡ് ബോർഡർ വരുന്നു. ആ ഒരു ബനാറസി സ്റ്റൈലിലുള്ള വുമൺ പാറ്റേണിലാണ് രണ്ട് സൈഡിലും ബോർഡർ വരുന്നത്. മുന്താണി വരുന്നത് ബ്രോക്കേഡ് വീവിലാണ്. ത്രെഡിൽ തന്നെയായിരിക്കും സാരിയുടെ മുന്താണി. ഫ്ലോറൽ പാറ്റേണിലായിരിക്കും ത്രെഡ് വുമൺ ഡിസൈനിൽ റണ്ണിങ് ബ്ലൗസ് വരുന്നത് സാരിക്കും. ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു എലഗൻ ലുക്ക് കിട്ടും സാരിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് നമുക്ക് ഫംഗ്ഷൻ നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന നല്ല സാരീസാണ്. പിസ്ത ഗ്രീൻ ആണ് അടുത്ത കളർ വരുന്നത് കേട്ടോ. പിസ്ത ഗ്രീനിലും അതേ ത്രെഡ് വുമൺ മോട്ടീവ്സ് ആയിരിക്കും എൻ്റയർ ബോഡി വരുന്നത്. ഈ സാരീസിന്റെ ഫാബ്രിക് വരുമ്പോൾ നമ്മളൊരു പ്യൂർ ലിനൻ സിൽക്ക് ഉണ്ടല്ലോ, അതേ ഒരു ടെക്സ്ചറാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോൾ ആ ഒരു ഫീലാണ് വരുന്നത്. ഇതിൽ പക്ഷേ കോട്ടൺ ബ്ലെൻഡഡ് ആണ് മെറ്റീരിയൽ. പക്ഷെ നല്ലൊരു ഫാബ്രിക്കാണ്. പ്യൂർ ലിനന്റെ ആ ഒരു ടെക്സ്ചറിലാണ് വരുന്നത്. ബോർഡർ വരുന്നത് സെയിം ആ ഒരു ത്രെഡ് വുമൺ പാറ്റേണിലൂടെ ബോർഡേഴ്സ് വരുന്നുണ്ട്. ബ്രോക്കേഡ് വീവിലാണ് സാരിയുടെ മുന്താണി. ഫ്ലോറൽ ഡിസൈനിൽ ഒരു എംബ്രോയിഡറി വർക്കിലായിരിക്കും റണ്ണിങ് ബ്ലൗസും വരുന്നത്. ചിക്കു കളറാണ് നെക്സ്റ്റ് സാരി വരുന്നത്. ചിക്കുവിലും അതേ ആ ഒരു ത്രെഡ് വുമൺ പാറ്റേണിലായിരിക്കും കേട്ടോ. എൻ്റയർ ബോഡി വരുന്നത് സെയിം സ്റ്റൈലിൽ തന്നെ. ഡബിൾ സൈഡ് ബോർഡർ വരുന്നത് ത്രെഡ് വുമൺ ഡിസൈനിൽ തന്നെ ജക്കോർഡ് വീവിലായിരിക്കും സാരിയുടെ മുന്താണി വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് മെറ്റീരിയൽ ആട്ടോ. വൺ ലെയറിലാണെങ്കിലും നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഡ്രേപ്പ് ചെയ്യാം. നല്ല ഫീലാണ് സാരി. ഞാൻ പറയല്ലോ, ആ ഒരു പ്യൂർ ലിനൻ സിൽക്കിന്റെ അതേ ഒരു ഫീൽ ആയിരിക്കും നമ്മൾ ഡ്രേപ്പ് ചെയ്താലും. സിംഗിളറിലും കണ്ടോ, സാരി വളരെ ലൈറ്റ് വെയിറ്റ് മെറ്റീരിയൽ ആണ്. നോൺ ട്രാൻസ്പെറന്റ് ആയിരിക്കും സാരി. ഫ്ലോറൽ ഡിസൈനിൽ അതേ ത്രെഡ് വീവിലായിരിക്കും ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത്. നല്ലൊരു പീച്ച് ടോൺ ആണ് നെക്സ്റ്റ് സാരി വരുന്നത്. ഡാർക്ക് പീച്ച് ആണ് സാരിയുടെ ഷെയ്ഡ്. ത്രെഡ് വുമൺ പാറ്റേണിൽ തന്നെ സർക്കുലർ മോട്ടീവ്സ് ആയിരിക്കും എൻ്റയർ ബോഡിയും വരുന്നുണ്ടോ. ഡബിൾ സൈഡിലും ത്രെഡ് വീവിൽ തന്നെയുള്ള ബോർഡേഴ്സ് വരുന്നുണ്ട്. ജക്കോർഡ് വീവിലായിരിക്കും ത്രെഡ് വീവിലുള്ള മുന്താണി വരുന്നത്. ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് ആ ഒരു സ്മോൾ മിനിയേച്ചർ ഫ്ലോറൽ മോട്ടീവ്സ് വരുന്ന ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത്. ടീൽ ഗ്രീൻ ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ. ടീൽ ഗ്രീനിലും ഫ്ലോറൽ മോട്ടീവ്സ് ആയിരിക്കും ഫുൾ ബോഡി വരുന്നത്. ഡബിൾ സൈഡ് ബോർഡർ ജക്കോർഡ് വീവിൽ തന്നെ ആയിരിക്കും മുന്താണി വരുന്നത്. ഫ്ലോറൽ മോട്ടീവ്സിലാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. പീച്ചിഷ് പിങ്ക് ആണ് നെക്സ്റ്റ് കളർ വരുന്നത്. പീച്ചിഷ് പിങ്ക് എന്ന് പറയുമ്പോൾ നല്ലൊരു പീച്ചും പിങ്കും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. അതിലും അതേ ത്രെഡ് വീവ് പാറ്റേണിൽ തന്നെയായിരിക്കും മോട്ടീവ്സ് വരുന്ന സാരിയിൽ. രണ്ട് സൈഡിലും ബോർഡർ വരുന്നത് ത്രെഡ് വുമൺ പാറ്റേണിൽ തന്നെയുള്ള ബോർഡേഴ്സ് വരുന്നുണ്ട്. പ്യുവർ ലിനൻ കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ. മുന്താണി റണ്ണിങ് ബ്ലൗസ് വരുന്നത് ഫ്ലോറൽ മോട്ടീവ്സിൽ തന്നെയായിരിക്കും. നല്ലൊരു സോഫ്റ്റ് പേസ്റ്റൽ പീച്ച് ആണ് കേട്ടോ വീണ്ടും വരുന്നത്. വളരെ മൈൽഡ് പീച്ചാണ്. അതിൽ ത്രെഡ് വുമൺ പാറ്റേണിൽ തന്നെയായിരിക്കും എൻ്റയർ ബോഡി വരുന്നത് ഒരു സർക്കുലർ മോട്ടീവ്സിൽ തന്നെ. രണ്ട് സൈഡിലും ബോർഡർ ബ്രോക്കേഡ് വീവിലായിരിക്കും സാരിയുടെ മുന്താണി വരുന്നത്. ഫ്ലോറൽ ഡിസൈനിൽ തന്നെ വിത്ത് ബോർഡർ ആയിരിക്കും എല്ലാ സൈസിന്റെ ബ്ലൗസ് വരുന്നത്. വീണ്ടും നല്ലൊരു പാർട്ടി വെയർ മൂഡിൽ വരുന്ന സാരിയാണ്. ലിനൻ കോട്ടൺ തന്നെയാട്ടോ ഫാബ്രിക് വരുന്ന സാരിക്ക്. നല്ലൊരു മെറൂൺ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഇതിൽ വരുമ്പോൾ ബ്ലാക്കിലാണ്. ബ്ലാക്കിൽ ഒരു ഹൊറിസോണ്ടൽ പാറ്റേൺസ് വരുന്നുണ്ട് കേട്ടോ ബോഡിയിൽ. കണ്ടോ, ഈ ഒരു പാറ്റേണിലാണ് ബോഡി വരുന്നത്. കംപ്ലീറ്റ് ഒരു ത്രെഡ് വ്യൂ പാറ്റേൺസും അതിൽ ബ്ലാക്കിൽ തന്നെയായിരിക്കും. ഒരു മെറ്റാലിക് ഫിനിഷിലുള്ള സ്വീക്വൻസ് വർക്കും വരുന്നുണ്ട്. എൻ്റയർ ബോഡിയും ഈ ഒരു പാറ്റേണിലാട്ടോ. ഹൊറിസോണ്ടൽ ഒരു ത്രെഡ് വീവും
ഒരു സിമ്പിൾ ബോർഡറാണ് വരുന്നത് സാരിക്ക്. ഒരു റിബൺ ബോർഡർ ആയിരിക്കും സാരിക്ക് വരുന്നത് ഗോൾഡൻ ഷെയ്ഡിൽ. ഇതിൻ്റെ പല്ലു വരുമ്പോഴും അതേ പാറ്റേണിൽ ഇതിന് ഗോൾഡൻ സെറി ലൈൻ പാറ്റേൺസും അതിൽ ഈ ഒരു ത്രെഡ് വർക്കും ബ്ലാക്ക് സ്വീക്കൻസും ആണ് വരുന്നത്. ബ്ലൗസ് മെറ്റീരിയൽ വരുമ്പോൾ ഇതാട്ടോ ബ്ലൗസിൻ്റെയും ഡീറ്റെയിലിംഗ് പറയുകയാണെങ്കിൽ കണ്ടോ, ക്ലോസ്ഡ് ആയിട്ടായിരിക്കും ഇതിൽ സെറി ലൈൻസ് വരുന്നത്. അതിൽ ബ്ലാക്ക് സ്വീക്കൻസ് വർക്കും വരുന്നുണ്ട്. ബ്ലൗസ് മെറ്റീരിയൽ വരുമ്പോൾ നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടെല്ലാം ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്. ലിനൻ കോട്ടൺ തന്നെയാണ് ഫാബ്രിക് വരുന്നത്. സാരിയുടെ ഫുൾ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഫുൾ കുറഞ്ഞുകൊണ്ട് ലൈൻ പാറ്റേൺസും അതിൽ സ്വീക്കൻസ് വർക്ക് റിബൺ ബോർഡർ വരുന്നുണ്ട് രണ്ട് സൈഡിലും. മുന്താണി ബ്ലൗസ് സെയിം അതേ പാറ്റേണിൽ തന്നെയാണ്. നെക്സ്റ്റ് കളർ വരുന്നത് ബോട്ടിൽ ഗ്രീൻ ആണെന്നുള്ളൂ. ഇതിൽ ബ്ലാക്ക് തന്നെയാണ്. ഹൊറിസോണ്ടൽ ത്രെഡ് വർക്കും അതിൽ സ്വീക്കൻസ് വർക്കും തന്നെയാണ്. നല്ലൊരു ഡീപ്പ് ബോട്ടിൽ ഗ്രീൻ ആണ് സാരിയുടെ കളർ. ബോട്ടിൽ ഗ്രീനിൽ ബ്ലാക്ക് ആണ് ത്രെഡ് വർക്ക് വരുന്നത്. റിബൺ ബോർഡർ വരുന്നുണ്ട്. മുന്താണി വരുന്നത് ഗോൾഡൻ സെറി ലൈൻ പാറ്റേൺസിലായിരിക്കും. സാരിയുടെ പല്ലു വരുന്നത് ഈ ഒരു പാറ്റേൺ ആണ്. മുന്താണിയിലും അതേ ആ ഒരു സ്വീക്കൻസ് വർക്കും ത്രെഡ് വർക്കും വരുന്നുണ്ട് മുന്താണിയിൽ. കൂടാതെ ക്രോസ് ചെയ്തിട്ടാണ് ഈ ഒരു ലൈൻ പാറ്റേൺസ് വരുന്നത്. ബ്ലൗസ് വരുന്നതും അതേ പാറ്റേണിൽ തന്നെ സെറി വുമൺ സ്റ്റൈലിൽ ഒരു സ്വീക്കൻസ് വർക്ക് ആൻഡ് ത്രെഡ് വർക്കിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. നല്ലൊരു പീകോക്ക് ബ്ലൂ ആണ് കേട്ടോ നെക്സ്റ്റ് കളർ വരുന്നത്. ഒരു ഓക്സ്ഫോർഡ് ബ്ലൂവും പീകോക്ക് ബ്ലൂവും കൂടി ചേർന്ന് വരുന്നത് നല്ലൊരു കോമ്പിനേഷനിലായിരിക്കും വരുന്നത്. ഇതിലും അതേ പാറ്റേൺ തന്നെയാണ്. ബ്ലാക്ക് ത്രെഡ് വർക്കും അതിൽ ബ്ലാക്ക് സ്വീക്കൻസ് വർക്കും ആയിരിക്കും എൻറ്റയർ ബോഡി വരുന്നത്. റിബൺ ബോർഡർ ആണ് അപ്പുറം ലോറും വരുന്നത് സാരിക്കും. എന്താണ് ബ്ലൗസ് വരുന്നത് അതേ പാറ്റേണിൽ തന്നെ. അടുത്ത കളർ വരുന്നത് ബ്ലാക്ക് ആണ്. നല്ല ജെറ്റ് ബ്ലാക്ക് ആണ് സാരിയുടെ ഷെയ്ഡ്. സെയിം പാറ്റേൺ തന്നെ കേട്ടോ. ഹൊറിസോണ്ടൽ ആയിട്ട് ത്രെഡ് വീവും അതിൽ സ്വീക്കൻസ് വർക്കും ആയിരിക്കും ബോഡി വരുന്നത്. റിബൺ ബോർഡർ പാറ്റേണിലായിരിക്കും രണ്ട് സൈഡിലും ബോർഡർ വരുന്നത്. പല്ലു ബ്ലൗസ്. അടുത്ത സാരി വരുന്നത് ഹാൻഡ്ലൂം കോട്ടൺ ആണ്. പ്യുവർ ഹാൻഡ്ലൂം കോട്ടൺ ഫാബ്രിക് ആണ്. നല്ലൊരു കോമ്പിനേഷൻ ആണ്. ഒരു ഡ്യുവൽ കോമ്പിനേഷനിലാണ് സാരി വരുന്നത്. ഇതൊരു മസ്റ്റേർഡ് യെല്ലോ ആൻഡ് ബ്ലൂ ആണ് സാരിയുടെ കളർ കോമ്പിനേഷൻ വരുന്നത്. രണ്ട് ത്രെഡും വരുന്നുണ്ട് സാരിയിൽ. അതിൽ മുന്താടിയിലാണ് ത്രെഡ് വർക്ക് വരുന്നത്. കണ്ടോ, സിമ്പിൾ വർക്കല്ല, ഒരു വുവൺ പാറ്റേണാണ് വരുന്നത്. മുന്താണി വരുമ്പം അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും. ആ ഒരു ത്രെഡ് വീ പാറ്റേണിലായിരിക്കും ഇതിൻ്റെ ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് സാരിക്ക്. നമുക്കിതിനൊരു പ്രിന്റഡ് ബ്ലൗസൊക്കെ ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഒരു ബ്ലൂ മസ്റ്റേർഡ് യെല്ലോ അതിലേത് കോമ്പിനേഷനുള്ള ഒരു പ്രിന്റഡ്, കാരണം രണ്ട് കളറും വരുന്നുണ്ട് സാരിയിൽ. ഇതിന് ബോർഡർ വരുന്നുണ്ട് കേട്ടോ. മസ്റ്റേർഡ് യെല്ലോയിലുള്ള ഒരു സിമ്പിൾ ബോർഡറാണ് സാരിക്ക് രണ്ട് സൈഡും വരുന്നത്. 2 ഇഞ്ച് ബോർഡർ ആയിരിക്കും വരുന്നത്. ബോഡി പ്ലെയിൻ വന്നിട്ട് പല്ലും ബ്ലൗസും വരുന്നത് ലൈൻസിലായിരിക്കും. നെക്സ്റ്റ് സാരി വരുന്നതും ഹാൻഡ്ലൂം കോട്ടൺ തന്നെ കേട്ടോ സാരിയുടെ ഫാബ്രിക് വരുന്നത്. നല്ലൊരു കോമ്പിനേഷനാണ്. ഇതൊരു ഗ്രേഷ് വൈറ്റ് ആണ് സാരിയുടെ ഷെയ്ഡ്. അതിലും കണ്ടോ ഈ ഒരു പാറ്റേണിലാണ് ഒരു വേർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻ പാറ്റേൺസിലായിരിക്കും. നല്ലൊരു ഡിസൈനർ പാറ്റേണിലാട്ടോ. നമുക്ക് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവർക്കും ഡ്രേപ്പ് ചെയ്യാം. ഇത് യങ്സ്റ്റേഴ്സിനും നല്ലൊരു ബ്ലൗസൊക്കെ ഇടുകയാണെങ്കിൽ നല്ല സാരിയാണ്. ഫുൾ ബോഡി കണ്ടോ ഈ ഒരു പാറ്റേൺ ആണ്. ലൈൻസിലാണ് വരുന്നത്. വളരെ സോഫ്റ്റ് കോമ്പിനേഷൻ. ബോർഡർ ഈ ഒരു സ്റ്റൈലിലാണ് വരുന്നത്. ഒരു 3 ഇഞ്ച് ബോർഡർ ആയിരിക്കും രണ്ട് സൈഡിലും വരുന്നത് സാരിക്ക്. ഫുൾ ബോഡി ഈ ഒരു പാറ്റേൺ വരുന്നുണ്ട്. സോഫ്റ്റ് കോട്ടൺ ആണ്, ഹാൻഡ്ലൂം കോട്ടൺ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. പല്ലു സാരിയുടെ മുന്താണി വരുന്നത്. മുന്താണിയിലും ഒരു ഗോൾഡൻ ലൈൻസും ഈ ഒരു ഗ്രേഷ് വൈറ്റിൽ തന്നെയുള്ള സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് സാരിയുടെ മുന്താണി വരുന്നത്. ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് പ്ലെയിൻ ആണ്. ഗ്രേയിൽ തന്നെ ഒരു മൈൽഡ് ഗ്രേയിൽ വിത്ത് ബോർഡർ ആണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ഇന്നത്തെ കോട്ടൺ കളക്ഷൻസിൽ ലാസ്റ്റ് സാരിയാണ് വരുന്നത്. ഇതും നല്ലൊരു പേസ്റ്റൽ കോമ്പിനേഷൻ, വളരെ സോഫ്റ്റ് കോമ്പിനേഷനിലാണ്. കളക്ടോണിലാണ് സാരി വരുന്നത്. ഒരു മൈൽഡ് ടീൽ ഗ്രീൻ ആൻഡ് ടീൽ ബ്ലൂ ആ ഒരു പാറ്റേണിലാണ്. കണ്ടോ ലൈൻസ് എല്ലാം സെയിം തന്നെയാണ്. വെർട്ടിക്കൽ ലൈൻ പാറ്റേൺസിലായിരിക്കും എൻറ്റയർ ബോഡി വരുന്നത്. ടീൽ ബ്ലൂ ടീൽ ഗ്രീൻ ബോർഡർ സെയിം സ്റ്റൈലിൽ തന്നെ ഈ ഒരു പാറ്റേൺ കേട്ടോ. നമ്മൾ ഓവറോൾ ലുക്ക് ഇങ്ങനെ വരും സാരിയുടെ. മുന്താണി വരുന്നതും ആ ഒരു ഐസ് ബ്ലൂ ഷെയ്ഡിൽ തന്നെയുള്ള ലൈൻസിലായിരിക്കും സാരിയുടെ മുന്താണി വരുന്നത്. ബ്ലൗസ് മെറ്റീരിയൽ അവൈലബിൾ ആണ്. ബ്ലൗസ് മെറ്റീരിയൽ വരുമ്പോൾ ആ ഒരു പാറ്റേൺ ടീൽ ഗ്രീനിലാണ് വിത്ത് ബോർഡർ ആയിട്ട് ബ്ലൗസ് വരുന്നത്.